അതുപോലെ തന്നെ എന്നോടെല്ലാവരും ചോദിച്ചിനി മല്ലുവിന് ജാടയുണ്ടോയെന്ന്. ജാടയുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാട്ടൂൽ ബോട്ട് ചട്ടിയിലാണ്. ഇന്നത്തെ യാത്ര ഞങ്ങൾ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. അപ്പോൾ ആ കാഴ്ചകളൊന്ന് കണ്ടാലോ. ഓക്കെ, ഇപ്പോൾ സമയം 11 മണിയായി. 11:30ക്കാണ് മാട്ടൂലിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ബോട്ട്. വളവട്ടണം ടച്ച് ചെയ്തിട്ടാണ് പോവാറ്. 1.5 മണിക്കൂർ എടുക്കും ഇവിടുന്ന് ഏകദേശം യാത്ര. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാഴ്ചകളൊന്ന് കാണാം. അതുപോലെ തന്നെ എന്നോടെല്ലാവരും ചോദിച്ചിനി മല്ലുവിന് ജാടയുണ്ടോയെന്ന്. ജാടയുണ്ടോ? ഒരിക്കലുമില്ല. ആൾ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് മല്ലുവിന് ജാടയുണ്ടോ. ഞാൻ കണ്ടപ്പോൾ മല്ലുവിന് ജാടയുണ്ടോ, എങ്ങനെയാണ് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ആൾ കൂളാണ്, ഒരു ജാടയുമില്ല. നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് നിന്റെ മീനല്ലേ അല്ലേ? നീ പറ. ഫ്രഷ് മീനുണ്ട്. കേരള സർക്കാരിൻ്റെ ബോട്ട് ഇതാ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ബൈക്ക് വരെ ഇതിൽ കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ട് തിരികെയാണ്. 11:30 ഇവിടുന്ന് വിടും. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. കൃത്യം 11:40 ബോട്ട് ഇവിടുന്ന് പുറപ്പെട്ടത്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം കണ്ടാലോ. അവിടത്തേക്ക് എത്ര? അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ അഴീക്കലിലേക്കാണ്. അവിടുന്ന് വളവട്ടണം പറശ്ശിനിക്കടവിലേക്ക്. ഓക്കെ, പറശ്ശിനിക്കടവ് എത്ര സൈറ്റിൽ എടുക്കണം? പറശ്ശിനിക്കടവിലേക്ക് സാധാരണ 30 രൂപയാണ്. സൈക്കിളിനടക്കം 60 രൂപ എടുത്തിട്ടുണ്ട്. സൈക്കിളിനടക്കം 60 രൂപ. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഇവിടെ നിർത്തണം. അങ്ങനെയാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൈക്കിള് ഒന്ന് ചേഞ്ച് ചെയ്തു. റോഡ് ബൈക്ക് മാറ്റിയപ്പോൾ ബർഗമൗണ്ട് C6 ആണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അടുത്ത സ്റ്റോപ്പ് പാപ്പൻശ്ശേരിയാണ്. പാപ്പൻശ്ശേരി വഴി പോകുന്നുണ്ട്. അതിനുശേഷം വളവട്ടണം. വളവട്ടത്തിന് ശേഷം നമ്മളെ പറശ്ശിനിക്കടവിലേക്ക്. അപ്പോൾ പറശ്ശിനിക്കടവിലെ അമ്പലം ആ ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. അതുപോലെ ഫാമിലിയൊക്കെ സുഖമായിട്ട് വരാം കേട്ടോ. ഫാമിലിക്ക് മാട്ടൂൽ വന്ന് അവിടെ കാറെടുത്ത് പാർക്ക് ചെയ്ത് ഇവിടുന്ന് ബോട്ട് പറശ്ശിനിക്കടവിലേക്ക് യാത്ര ചെയ്യാം. അവിടുത്തെ കൃത്യം 2 മണിക്ക് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ സർക്കാരിൻ്റെ ബോട്ടാണ്, ഒന്ന് പേടിക്കാനൊന്നുമില്ല. 30 രൂപയുള്ളൂ മാട്ടൂലിന്. ആൾക്കാർ വളരെ കുറവായിട്ടാണ് പറശ്ശിനിക്കടവിലേക്ക്. അതുകൊണ്ട് രാവിലെ ഇല്ലാത്തത്. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 9 മണിക്കൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ആ സൈഡ് കാണുന്നത് കണ്ണൂർ അഴീക്കൽ സൈഡാണ് കാണുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടൊക്കെ സർവീസ് സ്ഥലമാണ് കാണുന്നത്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കിട്ടും. കാണുന്നതെന്ന് വളവട്ടണം പാലം. അടുത്ത സ്റ്റോപ്പ് നമ്മൾ വളവട്ടണം പാലത്തിനടുത്താണ് അടുത്ത സ്റ്റോപ്പ്. ഏകദേശം ഇപ്പോൾ വളവട്ടണം കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ പറശ്ശിനിക്കടവ് എത്താൻ പോവുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്താൻ പോവുകയാണ്. കാണുന്നത് പാലം. ദൂരെ ഒരു പാലം കാണുന്നില്ലേ? ഏകദേശം ഒരു 1.5 മണിക്കൂറായി നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ പറശ്ശിനിക്കടവ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം 9:30 മണിക്ക് പറശ്ശിനിക്ക് അവിടെ നിന്നുണ്ട് കേട്ടോ. അങ്ങനെ പറശ്ശിനിക്കടവ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പറശ്ശിനിക്കടവ് ബോട്ട് ചട്ടിയിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്ത ബോട്ട് ചട്ടിയാണ്. നമ്മുടെ ശ്രീ പിണറായി സാർ ഉദ്ഘാടനം ചെയ്ത ബോട്ട് ചട്ടിയാണ്. ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ഹൗസ് ബോട്ട്. കാണുന്നുണ്ട്, ഹൗസ് ബോട്ടുണ്ട് ഇവിടെ. നല്ല ഇതുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലേസ്.
എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. നല്ല വെയിലുണ്ട്. ശരിക്കും 9:30 മണിക്കെന്ന് ഞാൻ വിചാരിച്ചത് നമ്മളെ മാട്ടൂരിൽ നിന്ന്. ഇപ്പോൾ 9:30 മണിക്ക് ഇവിടെ നിന്നാണ് 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോട്ട്. അവിടെ നിന്ന് 11:30ക്കാണ് ഇതാണ് നമ്മളെ പറശ്ശിനിക്കടവ്. കണ്ടില്ലേ? ഇനി ഇവിടുന്ന് തിരിച്ചു പോകണം. ചവിട്ടി തന്നെ പോകണം. നല്ല വെയിലുണ്ട്. സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റൈഡ് ചെയ്ത് വിടാം. ഓക്കെ. ഇത് എവിടത്തേക്ക് വരെ പോകുന്നുണ്ട്? ടൂറിസ്റ്റ് ടൂറിസ്റ്റ് എങ്ങനെയാണ് ഇത്? ഇതൊരു പാക്കേജാണ്. പാക്കേജാ? ഒരു മണിക്കൂറിന് 3500. ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. അതിൽ പിന്നെ രാവിലെ ഒരു ചായ, ഒരു കടി ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഉണ്ടാവും. ചോറ്, ബിരിയാണി. ഇപ്പൊ 20 പേർക്ക് 20,000 രൂപ വാങ്ങിക്കും. കൊറോണ ആയതുകൊണ്ട് 20 പേരെ എടുക്കുന്നുള്ളൂ. 20,000 ആളുകളെ എടുക്കാം. ഓൺലൈനിലല്ല, ഡയറക്റ്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് നമ്പർ വിളിച്ചാൽ മതി. നമ്പർ ഉണ്ടാവുന്നതല്ലേ? കാർഡ് തരാം. നിങ്ങളൊന്ന് കാർഡ് വേണമായിരുന്നു. 20 പേർക്ക് 20,000 രൂപ. അതെ, അതൊന്നും ഉള്ളു വന്ന് എടുത്തു. ഫുൾ AC ആണ്. പാട്ട് കേൾക്കാം. ഫുൾ AC ആണല്ലേ? ഉണ്ടല്ലേ? മുകളിലുണ്ടല്ലേ? ഓക്കെ. കാർഡ് വേണം. ഓക്കെ. അതെല്ലാം കാർഡിലെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഓക്കെ. എന്ത് ഉദീഷ് അല്ലേ? ഓക്കെ. നമ്മളിവിടെ വിട്ട് അടുത്ത വിസ്മയ പാർക്കുണ്ട്. അവിടെ പോയിട്ട് വിസ്മയ പാർക്കിലെ അവസ്ഥ നമുക്കൊന്ന് കാണാം. എന്താണോന്ന്, ഇപ്പോൾ ഓപ്പൺ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. ഓക്കെ. നല്ല വെയിൽ കേട്ടോ. ബിരിയാണി വേണ്ട. ഓപ്പണില്ല. ഉള്ളിലേക്ക് വിടോ? വിടൂല. ഞാൻ അതുപോലെ തന്നെ നമ്മളെ പറശ്ശിനിക്കടവിലെ ടൂറിസ്റ്റ് ബോട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കാം. ആർക്കും വേണമെങ്കിൽ അത് വിളിച്ചു ചോദിച്ചോട്ടോ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.